നമുക്കറിയാം ഗവൺമെൻറ് ജോലിക്കാർക്ക് വർഷാവർഷം അവർ ആവശ്യപ്പെടാതെ തന്നെ എല്ലാവർക്കും ശമ്പളവും അതുപോലെയുള്ള ആനുകൂല്യങ്ങളും കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോണസ്, അലവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിമാർക്ക്, MLA മാർക്ക്, അങ്ങനെ ഭരണ സംവിധാനത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അവർക്കൊക്കെ അവരുടെ ശമ്പളങ്ങളൊക്കെ നിരന്തര ആനുകൂല്യങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്, PSC ജീവനക്കാർക്കും അവിടുത്തെ ചെയർമാനും ഒക്കെ മന്ത്രിസഭായോഗം ചേർന്ന് അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണാതെ പോകരുതാത്ത ഒരു കാര്യമാണ്, ഇപ്പോൾ ദിവസങ്ങളോളമായി 10 ദിവസമൊക്കെ കഴിഞ്ഞു അവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ആശാ വർക്കർമാർ. അവർക്ക് നിസ്സാര പൈസയാണ് അവർക്ക് കിട്ടുന്നത്. ഒരു ദിവസം 233 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. ആ രൂപ കൊണ്ട് അവരെന്ത് ചെയ്യാനാണ്? അവർക്ക് ശമ്പളം കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ മന്ത്രി വീണ ജോർജ്, അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്, പുള്ളിക്കാരിക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ധനകാര്യമന്ത്രി വേണം കൂടുതലായിട്ടുള്ള പൈസയെക്കുറിച്ചുള്ള ശമ്പളം കൂട്ടുന്നതിനെക്കുറിച്ച് തീരുമാനം എടുക്കണമെന്ന്. പക്ഷെ ധനകാര്യമന്ത്രി ഇത് പാടെ അവഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ പാവങ്ങളായ ആൾക്കാർക്ക് ദിവസക്കൂലി, ന്യായമായ ദിവസക്കൂലിക്ക് പോലും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശമ്പളം, നിസ്സാരമായ ശമ്പളമുള്ളൂ, അത് കുറച്ചുകൂടി ഒന്ന് കൂട്ടിക്കൊടുക്കാൻ അവർ മടി കാണിക്കുകയും അതുപോലെ അതേ സാഹചര്യത്തിൽ നല്ല കൂടുതലായിട്ടുള്ള ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും പൈസ കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് അതിൻ്റെ പ്രയോറിറ്റി? അതായത് ആർക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ജീവിക്കാൻ ആവതില്ലാതെ ജീവിക്കുന്ന പാവങ്ങളായ ആൾക്കാർക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു നിലപാടാണ് ഗവൺമെൻറ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ ഒരു നെടുംതൂണായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ആശാവർക്കർമാരെന്ന് പറയുന്നത്. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ അവർ വളരെയധികം സഹായമാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾക്കും ഇവരെ പലയിടങ്ങളിലും ഓരോ കാര്യങ്ങൾക്കും ആശാവർക്കർമാരെയാണ് പറഞ്ഞു വിടുകയും ആരോഗ്യകാര്യങ്ങൾ, കിടപ്പ് രോഗികളുള്ളിടത്ത്, അതുപോലെ പകർച്ചവ്യാധികൾ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കണക്കെടുക്കാനും അവരെയൊക്കെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവരെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അവർ പോയി ചെയ്യണം. അവർക്ക് വണ്ടിക്കൂലിക്ക് പോലുമുള്ള പൈസ കൊടുക്കുകയില്ല. ഇപ്പോൾ 1 കിലോ അരിക്ക് എന്നാ വില? 1 കിലോ ഇറച്ചി മേടിക്കണമെങ്കിൽ 400 ചില്ലുവാനും രൂപയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ദിവസക്കൂലി കൊണ്ട് പോയി ചെന്ന് കഴിഞ്ഞാൽ 1 കിലോ ഇറച്ചി പോലും മേടിക്കാൻ പറ്റില്ല, 1 കിലോ മീൻ പോലും മേടിക്കാൻ പറ്റില്ല. ഈ പാവങ്ങളൊക്കെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഇവരുടെ ഒരാവശ്യമാണ്, പെൻഷൻ, അവർ 62 വയസ്സല്ലോ പിരിഞ്ഞു പോകണം, പെൻഷൻ ആകണം എന്നുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ പെൻഷൻ ഏജ് അത് മാറ്റണം. അതായത് പിരിഞ്ഞു പോകേണ്ട പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് പെൻഷനൊന്നുമില്ല, പിരിഞ്ഞു പോകേണ്ട ആ പ്രായപരിധി മാറ്റണം. അതുപോലെ തന്നെ അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ തുക അവർക്ക് കൊടുക്കണം. അതായത് ഒരു 5 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് തികച്ചും ന്യായമായ ഒരാവശ്യമാണ്. ഇത്രയും കാലം ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വേണ്ടിയിട്ടുള്ള ഈ ജോലി, ജീവിത ചെലവും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത അത്രയും വളരെ കുറച്ചൊരു ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ഇവർ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഇവർക്കൊരു പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഒരു അനുകൂലമായ നിലപാട് ഇതുവരെ ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഒരു അനുകൂലമായ ഒരു നിലപാട് എടുക്കണം. നമുക്കറിയാം, അധ്യാപകർക്ക്, മറ്റുള്ള ഗവൺമെൻറ് ജോലിക്കാർക്ക്, ഡോക്ടേഴ്സിന്, ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും നല്ലൊരു പെൻഷൻ ആയിപ്പോയി കഴിയുമ്പോൾ കിട്ടുന്നത്. പക്ഷെ അങ്ങനെയുള്ള അവർക്കൊക്കെ ഇതിന് ഒരു പരിധിയിൽ കൂടുതൽ പെൻഷൻ ഒരു ലിമിറ്റ് വരുത്തുക. അവർക്ക് ജീവിക്കാനുള്ള തുക, ചികിത്സിക്കാനുള്ള തുക എല്ലാം കഴിഞ്ഞ് വീണ്ടും മീതി വെക്കാനുള്ള തുക, അവർക്ക് സേവിങ്സിനും കൂടെ വേണ്ടിയിട്ടുള്ള തുകയാണ് പെൻഷനായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അവരുടെ പെൻഷൻ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഈ പാവങ്ങളായ ആൾക്കാർക്കും, അതുപോലെ തന്നെ നിരവധി മേഖലകളിലുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവർക്കും കൂടെ ഒരു പെൻഷൻ ആനുകൂല്യമോ ഇങ്ങനെയുള്ള ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അതിനുള്ള ഒരു സാമ്പത്തികമായ ഒരു സഹായം, ഒരു തുകയോ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം ശരിക്കും ന്യായമായ ഒരാവശ്യമാണ്. അത് ഗവൺമെൻറ് പരിഗണിക്കേണ്ടതാണ്. അങ്ങനെയാണ്
അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവർ നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമരം ഇവരുടെ ലക്ഷ്യം കണ്ടിട്ടല്ലാതെ സമരം നിർത്തുകയില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും ജനങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.